Kerala and Karnataka, the glow of purity. കേവലം 1-2 തവണ മാത്രം, ബാക്കി 8 വർഷത്തിൽ 7 മാസവും 7 വർഷവും 10 മാസവും കൃത്യമായി ശമ്പളം നൽകാതെ, അതായത് തോന്നുമ്പോൾ നൽകുന്ന 1-ാം ഗഡു, അതേപോലെ 2-ാം ഗഡു, അതെപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടുമെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. നാം എല്ലാവരും വളരെ ഈ ജോലിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന തൊഴിലാളികളാണ്. മറ്റു വരുമാനങ്ങൾ ഒന്നുമില്ലാത്ത പാവപ്പെട്ട സാധാരണ ജീവിതം. ഈ ഒരു അവസ്ഥയിൽ നമ്മളെ പട്ടിണിക്കിട്ട് അധികാരികൾ യാതൊരു കുറവുമില്ലാതെ അവർ ഉല്ലാസയാത്ര നടത്തുന്നു, പുത്തൻ വണ്ടികൾ യാത്ര ചെയ്യുന്നു, തോന്നുമ്പോൾ ശമ്പളം കൂട്ടിയെടുക്കുന്നു. അവർ ശമ്പളം വാങ്ങിക്കുന്നതിന് യാതൊരുവിധ അവസരത്തിൽ ഇതിന്റെ പ്രതിഷേധ സൂചകമായി ഈ മാസം 10-ാം തീയതി നിയമസഭാ മാർച്ച് നടത്താൻ TDFന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയായി സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലും പ്രതിഷേധ സൂചകമായി ഇന്ന് ധർണാ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന് മുന്നോടിയായാണ് ഇവിടെ ധർണാ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ശ്രീ DK ശംസുദ്ദീൻ അത് നമ്മുടെ യോഗത്തിനെ ഉദ്ഘാടനം ചെയ്യുന്നത് KSD വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ബിജു ജോൺ, അതുപോലെ സ്വാഗതം ആശംസിക്കുന്നത് KSD വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് യൂണിറ്റിന്റെ സെക്രട്ടറി ശ്രീ നരേന്ദ്രൻ, അതുപോലെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബിജു ജോൺ, ജില്ലാ പ്രസിഡന്റ് ജലീൽ സജീവൻ, അതുപോലെ രാമചന്ദ്രൻ, നരേന്ദ്രൻ, മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളെ, യാത്രക്കാരെ, നാട്ടുകാർ, ഒരു മാസവും മാസാവസാന തീയതിയോ അല്ല അത് കഴിഞ്ഞ മാസം വരുന്ന മാസത്തിന്റെ ആദ്യ വാരമോ ശമ്പളം കൊടുക്കാൻ ഭരിക്കുന്ന തൊഴിലാളി വർഗ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്ന നഗ്നസത്യം നമുക്ക് ഓരോരുത്തർക്കും കഴിയും. ഒരുപാട് സമരങ്ങൾ ഇതിന്റെ പേരിൽ സെക്രട്ടേറിയറ്റിലും നിയമസഭയിലും യൂണിറ്റ് തലങ്ങളിലും ജില്ലാ തലങ്ങളിലും കലക്ടറേറ്റിലടക്കം TDF നടത്തി വരികയാണ്. ഇതിന്റെ ഭാഗമായി ഈ വരുന്ന 10-ാം തീയതി കേരള നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതിനാൽ നിയമസഭയിലേക്ക് TDFന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച്, നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഓരോ തൊഴിലാളികളും ഈ മാർച്ചിൽ പങ്കെടുത്ത് അതിന് വൻ വിജയമാക്കണമെന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം യൂണിറ്റ് തലങ്ങളിൽ ബഹുമാനപ്പെട്ട മന്ത്രിയാകട്ടെ, വകുപ്പ് മേധാവിയാകട്ടെ, പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ പാലിക്കാതെ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഈ സ്ഥാപനം മുന്നോട്ട് പോയത് അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ തകർക്കുന്ന സമീപനവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയുന്നത് പോലെ ജീവനക്കാരുടെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്.
പല വീടുകളിലും ജീവനക്കാരുടെ പല വീടുകളിലും പട്ടിണിയാൻ കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന് കാരണം ശമ്പളം സമയത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ശമ്പളം എന്നുള്ളത് ഒരു ജീവനക്കാരന്റെ ഏറ്റവും അവന്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ്, അവകാശമാണ്. അതാരുടെയും ഔദാര്യമല്ല. ഒരാൾ ഒരു ജോലി ചെയ്യുന്നത് തന്നെ ശമ്പളം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അവൻ അർഹതപ്പെട്ട ശമ്പളം, അവന്റെ ശാരീരികവും ഭൗതികവുമായിട്ടുള്ള കഴിവ് ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിന് കീഴിലോ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു ജീവനക്കാരന്റെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല. ശമ്പളം സമയത്ത് കൊടുക്കുക എന്നുള്ളത് അത് തൊഴിലുടമയുടെ ഉത്തരവാദിത്തമാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളില് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിലോ അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കോ കാർഷിക ആവശ്യങ്ങൾക്കോ ഒക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ആളുകൾ ജോലിക്ക് വരാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് ആളുകളെ കൊണ്ടുവരാറുണ്ട്. ആ ജോലി തീരുന്ന മുറയ്ക്ക് ആ ജോലി എടുത്ത ആളിന്റെ കൂടി കൊടുത്തു വിടുന്ന ഒരു പതിവാണ് നമുക്കുള്ളത്. അങ്ങനെ കൊടുക്കാതിരുന്നാൽ പിറ്റേ ദിവസം തൊഴിലാളി പിന്നീട് വരണമെന്നില്ല, അയാൾ നല്ല മറ്റാരും വരണമെന്നില്ല. കാരണം അത് തൊഴിലാളിയുടെ അവകാശമാണ്. അത് രാജ്യത്ത് നിന്നല്ല, ലോകത്ത് നിന്നല്ല, എവിടെയും നിലവിലുള്ള വ്യവസ്ഥിതിയാണ് തൊഴിലെടുത്തവന് അർഹതപ്പെട്ട. നമുക്കറിയാം, ഈ മാസം, കഴിഞ്ഞ മാസം ജൂൺ മാസം സ്കൂളുകൾ തുറന്ന മാസമാണ്. ഉപരിപഠനത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകൾക്ക് ചേരുന്ന മാസമാണ്. ജീവനക്കാരുടെ മക്കളുടെ അവസ്ഥ, എന്റെ അവസ്ഥ തന്നെ പറഞ്ഞാൽ, എന്റെ മക്കൾക്ക്, എന്റെ മൂത്ത മകൻ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത്, അവന് പുസ്തകം മേടിച്ചു കൊടുക്കാനാകട്ടെ, പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാനാകട്ടെ ഇതുവരെയും സാധിച്ചിട്ടില്ല. പുസ്തകത്തിനുള്ള കാശ് മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങി അത് കൊടുത്തു. പക്ഷേ യൂണിഫോമിന്റെ പൈസ ഇതുവരെ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഞാൻ അധ്യാപകനെ വിളിച്ചു പറഞ്ഞു, ഭാഷ ഇന്നതുപോലെയാണ്. അപ്പൊ അധ്യാപകൻ പറഞ്ഞു, ഒരു കാര്യം ശരി, കുഴപ്പമില്ല, നിങ്ങൾ ശമ്പളം കിട്ടുന്ന മുറിക്കുന്നുണ്ട്, തന്നേക്ക്, ഞാൻ ആ പൈസ ഞാൻ കൊടുത്തോളാം, നിങ്ങൾ ശമ്പളം കിട്ടുന്ന തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ജീവനക്കാരുടെയും സ്ഥിതി അങ്ങനെയാണ്. പണിയെടുത്തവന് അവൻ അർഹതപ്പെട്ട കൂലി സമയത്ത് കൊടുക്കണം. അത് കൊടുക്കാതെ തങ്ങൾക്ക് തോന്നുംപടി ഗഡുക്കളായി കൊടുക്കുന്ന ഒരു പതിവ് നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഒരു പതിവുണ്ട്. ഉപ്പിൻ ചക്കരയായിട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തങ്ങളുടെ ഇഷ്ടാനുസരണം കുറേശ്ശായിട്ട് കൊടുക്കുന്ന ഒരു പതിവ് കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ സർക്കാരിൽ നിന്നും ഈ മാനേജ്മെന്റിൽ നിന്നും KSRTC തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇവിടെ സമയത്ത് ശമ്പളം കിട്ടാത്തതിന്റെ പേരിൽ കടക്കണിയിലായ ജീവനക്കാർ എത്രയോ പേരുണ്ട്. അതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തവരുണ്ട്, ചങ്ക് തകർന്ന് മരിച്ചവരുണ്ട്. ഇന്നും നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഇന്നും ഹൃദയസ്തംഭനം മൂലം മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു ദിവസം പോലും നമ്മുടെ വാട്സപ്പ് തുറന്നു നോക്കാൻ കഴിയില്ല. ആദരാഞ്ജലികൾ കൊണ്ട് നിറയുകയാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ, KSRTC ജീവനക്കാർ ഉപയോഗിക്കുന്ന സമൂഹ മാധ്യമങ്ങൾ. എത്ര പ്രയാസകരമായ സാഹചര്യമാണ് ഈ നിൽക്കുന്ന ഞാനടക്കം. ആഴ്ചയിലാണെങ്കിൽ ആഴ്ചാവസാനവും മാസത്തിലാണെങ്കിൽ മാസാവസാനത്തും കൃത്യമായി കൂലി കൊടുക്കണം. പക്ഷെ KSRTC കഴിഞ്ഞ 7 വർഷമായിട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ഈ സംസ്ഥാനം കഴിഞ്ഞ 7 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തൊഴിലാളി വർഗ സർക്കാരാണ്. തൊഴിലാളി വർഗ സർക്കാർ എന്ന് പറയുന്നത് അതൊരു പേരിന് മാത്രമേ ഉള്ളൂ. പക്ഷെ നടപ്പിലാക്കുന്നതാകട്ടെ തീവ്ര വലതുപക്ഷ നയങ്ങളാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എത്രയോ തവണ നിയമസഭയ്ക്കകത്ത് നിന്നുകൊണ്ട് ഈ വക സാധനങ്ങളൊന്നും സമയത്ത് വാങ്ങിച്ചു കൊടുക്കാൻ KSRTCയുടെ ജീവനക്കാർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അരി പല വിതരണങ്ങളും വാങ്ങുന്ന കടകളിൽ നമ്മുടെ ജീവനക്കാർ പറ്റുകാരായി മാറിക്കൊണ്ടിരിക്കുന്നു. അവരോടും അവിടെയും സമയത്ത് കൊടുക്കാൻ പറ്റാതെ കടക്കാര് നമ്മളെ കാണുമ്പോ, കച്ചവടക്കാർ നമ്മളെ കാണുമ്പോൾ പുച്ഛിക്കുന്ന ഒരു സാഹചര്യം. നമ്മുടെ ഡ്യൂട്ടിക്ക് വരുന്ന നമ്മുടെ ജീവനക്കാർ, നമ്മൾ ഓരോരുത്തരും ആഹാരം പോലും കഴിക്കാതെ ഡ്യൂട്ടി എടുക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്നവരുണ്ട്.
ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എത്രയോ ജീവനക്കാർ 3 നേരം ആഹാരം കഴിക്കേണ്ടടുത്ത് അത് 2 നേരമാക്കിയും 1 നേരമാക്കിയും ഇതിനകത്ത് ജോലിയെടുക്കുന്ന ജീവനക്കാർ ഇവിടെയുണ്ട്. മക്കൾക്കാകട്ടെ, നമ്മുടെ മാതാപിതാക്കൾക്കാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സംരക്ഷണത്തിൽ ആരുമാകട്ടെ, അവർക്ക് മാന്യമായിട്ടുള്ള വസ്ത്രം പോലും വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നല്ല ആഹാരമോ നല്ല വസ്ത്രമോ നല്ല വിദ്യാഭ്യാസമോ കൊടുക്കാൻ നമുക്ക് കഴിയാത്തവരായി നാം മാറിയിരിക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു സമൂഹ ജീവി എന്ന നിലയിൽ അതിന്റെ സാമൂഹ്യ ബന്ധങ്ങളുണ്ട്. മരണം, വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുക്കേണ്ടതുണ്ട്. അവിടങ്ങളിൽ പോലും പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം KSRTCയിലെ ജീവനക്കാരും വന്ന് ഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു ദുഃഖകരമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാല ചരിത്രം ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഒരുപാട് വരുമാനമാണ് ഇപ്പോൾ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. KSRTCയിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പകുതിയോളം ജീവനക്കാർ മാത്രമേ നിലവിലുള്ളൂ. 7 വർഷം മുമ്പ് വെച്ച് നോക്കിയാൽ പകുതിയോളം ജീവനക്കാരെ നിലവിലുള്ളൂ, പകുതിയോളം വാഹനങ്ങളെ നിലവിലോടുന്നുള്ളൂ. പക്ഷെ വരുമാനം ഇരട്ടിയോളം വർദ്ധിച്ചു. എന്നിട്ടും ജീവനക്കാരന് ശമ്പളം കൊടുക്കാൻ ഇവരുടെ കയ്യിൽ പണമില്ല. ഈ വരുമാനം ഇത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. KSRTCക്ക് കിട്ടുന്ന പ്രതിദിന വരുമാനം എന്നുള്ളത് 7 കോടി മുതൽ 8 കോടി രൂപ വരെയാണ്. അത് ടിക്കറ്റ് വരുമാനം. അത് കൂടാണ്ട് വാടക ഉൾപ്പെടെ പല ഇനത്തിൽ ടിക്കറ്റ് ഇതര വരുമാനവും കോടിക്കണക്കിന് രൂപ KSRTCക്ക് കിട്ടിവരുന്നുണ്ട്. ഈ വരുമാനം എവിടേക്ക് പോകുന്നു? ഈ വരുമാനം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഇവിടെ നാട്ടുകാർ പറയും, നിങ്ങൾക്ക് ശമ്പളം നൽകാൻ ഞങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് നിങ്ങൾക്ക് ശമ്പളം നൽകുന്നത്, അല്ലെങ്കിൽ അതിന് ഏർപ്പെടുത്തിയ ബാങ്കിൽ കൊണ്ട് അടയ്ക്കണം, അല്ലെങ്കിൽ അതിന് ചുമതലപ്പെടുത്തിയ ജീവനക്കാരൻ കുറ്റക്കാരനാവും, അവൻ ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരും. ഇവിടെ അന്നു കിട്ടുന്ന വരുമാനം അതുവഴി സർക്കാർ ഖജനാവിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മാസത്തിന്റെ അവസാനം ഇവിടെ സർവീസ് നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള ഇന്ധനം വാങ്ങുന്നതിനും സ്പെയർ പാർട്ടുകൾ വാങ്ങുന്നതിനും അതുപോലെ ജീവനക്കാരന് ശമ്പളം കൊടുക്കുന്നതിനും സർക്കാരിന്റെ മുമ്പിൽ കൈ നീട്ടണം, മോചനത്തിൽ നിൽക്കണം. അതാണ് ഇവിടുത്തെ സ്ഥിതി. പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കിയത് തിരിച്ചാണ്. ഈ പണം KSRTC സ്വന്തമായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. സ്വന്തമായിട്ടല്ല കൈകാര്യം ചെയ്യുന്നത്, ഇത് സർക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. സർക്കാരിന്റെ നിത്യനിദാന ചെലവുകളിലേക്കാണ് ഈ പണം പോകുന്നത്. ഇതിൽ നിന്ന് എടുത്തിട്ട് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിലും മറ്റു പല സ്ഥാപനങ്ങളിലും ശമ്പളം കൊടുക്കുന്നുണ്ട്. ഈ അടുത്ത നാളിൽ പത്രത്തിൽ കണ്ടു, മറ്റു മേഖലകളിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ പണം കൊണ്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ KSRTC ജീവനക്കാരൻ ഓടിക്കെട്ടുന്ന വരുമാനം ഇവിടെ ഈ ബസ്സുകളിൽ യാത്രക്കാരുടെ ഇരന്ന് വന്നത് ഈ പണം കൊണ്ടിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ നടത്തുന്നത്. എന്നിട്ട് അങ്ങനെ അത്യധ്വാനം ചെയ്യുന്ന തൊഴിലാളിക്ക് കൂലി കൊടുക്കാൻ ഇവരുടെ കയ്യിൽ പണമില്ല. ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരംഗം ചെയ്ത ജോലിക്ക് ശമ്പളം നൽകാതെ തൊഴിലാളികളെ വഞ്ചിക്കുന്ന LDF സർക്കാരിന്റെ തൊഴിലാളികളുടെ നയങ്ങൾക്കെതിരെ TDFിന്റെ നേതൃത്വം ഇവിടെ ഒരു ധർണാ സമരം സംഘടിപ്പിക്കുകയാണ്. ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ST വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിൻ ജോൺ സാറാണ്. സാറിനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. अब तरक्की की तरफ बढ़ता हिंदुस्तान है, क्योंकि लीग और कांग्रेस हिंद की आवाज है। अब तरक्की की तरफ बढ़ता हिंदुस्तान है, क्योंकि लीग और कांग्रेस हिंद की आवाज है। अदानी ഞങ്ങളെ സൗഭാഗ്യം, രാഹുൽ എന്ന മഹാഭാഗ്യം, അതിൽ പരം ഇനിയൊരു കാര്യം
नगला ये सबसे निराले ओ राहुल जी आए वायनाड जागे उन्हीं के अब तरक्की की तरफ बढ़ता हिंदुस्तान है क्योंकि लीगो कांग्रेस हिंद की आवाज है अब तरक्की की तरफ बढ़ता हिंदुस्तान है क्योंकि लीगो कांग्रेस हिंद की आवाज है अदानी नंदन सौभाग्യം രാഹുൽ എന്ന മഹാഭാഗ്യം അതിൽ പരം ഇനിയൊരു കാര്യം അർഹിക്കുന്നില്ല ദുസാരം उनको दिखाई और साथ चलो ना उनको दिखाई और साथ चलो ना बस उन्हीं को वोट डाले मुल्क अपना खुद बचाए मरहबन रगला मरहबन सगला ये सबसे निराले ओ राहुल जी आए वायनाड जागे अब तरक्की की तरफ बढ़ता हिंदुस्तान है क्योंकि लीगो कांग्रेस हिंद की आवाज है अब तरक्की की तरफ बढ़ता हिंदुस्तान है क्योंकि लीगो कांग्रेस हिंद की आवाज है अदानी नंदन सौभाग्യം രാഹുൽ എന്ന മഹാഭാഗ്യം അതിൽ പരം ഇനിയൊരു കാര്യം അർഹിക്കുന്നില്ല ദുസാരം उनको दिखाई और साथ चलो ना उनको दिखाई और साथ चलो ना बस उन्हीं को वोट डाले मुल्क अपना खुद बचाए मरहबन नगला मरहबन सगला ये सबसे निराले ओ राहुल जी आए वायनाड जागे अब तरक्की की तरफ बढ़ता हिंदुस्तान है क्योंकि लीगो कांग्रेस हिंद की आवाज है अब तरक्की की तरफ बढ़ता हिंदुस्तान है क्योंकि लीगो कांग्रेस हिंद की आवाज है अदानी नंदन सौभाग्യം രാഹുൽ എന്ന മഹാഭാഗ്യം അതിൽ പരം ഇനിയൊരു കാര്യം അർഹിക്കുന്നില്ല ദുസാരം उनको दिखाई और साथ चलो ना उनको दिखाई और साथ चलो ना बस उन्हीं को वोट डाले मुल्क अपना खुद बचाए मरहबन नगला मरहबन सगला ये सबसे निराले ओ राहुल जी आए वायनाड जागे उन्हीं के പ്രിയങ്ക ഗാന്ധി ഒന്ന് ചിരിച്ചാൽ അത് വെളിച്ചം പടരുന്ന പോലെയാണെന്ന് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയാറുണ്ട്. ആരുടെയും ഹൃദയം കവരുന്ന ചിരിയുള്ള മുഖത്തോടെ മാത്രമേ പ്രിയങ്കയെ പലരും കണ്ടിട്ടുണ്ടാകൂ. പക്ഷേ തന്റെ അച്ഛനായ രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന് കാരണക്കാരിയായ നളിനിയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു നിന്ന ഒരു പ്രിയങ്കയെ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. എന്റെ അച്ഛനെ എന്തിനാണ് നിങ്ങൾ കൊന്നു കളഞ്ഞതെന്ന് അന്ന് പ്രിയങ്ക ഗാന്ധി നളിനിയോട് ചോദിക്കുന്നുണ്ട്. പ്രിയങ്കയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കാൻ പോലും അന്ന് നളിനിക്കായില്ല. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രിയങ്ക പറഞ്ഞ മറുപടി ഇതായിരുന്നു: ഞാൻ നളിനിയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് അവരോട് ദേഷ്യമില്ലെന്ന്, എന്റെ ഉള്ളിൽ അവരോട് വെറുപ്പില്ലെന്ന്. അവർ ചെയ്തതിന് മാപ്പ് കൊടുക്കുക തന്നെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. ആ കൂടിക്കാഴ്ചയ്ക്ക് 8 വർഷങ്ങൾക്കിപ്പുറം 2016 നളിനിയുടേതായി പുറത്തു വന്ന ദി രാജീവ് അസാസിനേഷൻ, ദ ഹിഡൻ ട്രൂത്ത്സ് ആൻഡ് ദ മീനിങ് ബിറ്റ്വീൻ പ്രിയങ്ക ആൻഡ് നളിനി എന്ന പുസ്തകത്തിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. സ്വന്തം അച്ഛന്റെ കൊലയാളികളോട് പോലും ക്ഷമിക്കാൻ കഴിയുന്ന ആ സ്നേഹത്തിന്റെ കൂടി പേരാണ് പ്രിയങ്ക ഗാന്ധി. इंदिरा गांधी प्रधानमंत्री थी, अपने एक संसदीय क्षेत्र में गांव-गांव जाकर जनता से मिलती थी, पैदल जाती थी, जनता डांट देती थी, उन्हें कोई परवाह नहीं थी.
डांट खाती थी, कहती थी अच्छा है, जागरूक है ये जनता। ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിൻ്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112-ൽ വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. City Gold, Gold and Diamonds, Kerala and Karnataka. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55 488 910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service.